ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഓക്കെ, ഓഫ്കോഴ്സ് ഇതൊരു ചിലപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായി മാറാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ശുദ്ധമായ വായു ശ്വസിക്കട്ടെ. ഗാർഡനൊക്കെ ആകെ പോയിരിക്കുകയാണ്. ഇതൊന്നും എനിക്കറിയില്ല ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ അത് ഒക്കെ ഇവിടെ ഒക്കെ ആകെ അലമ്പായിരിക്കും. ഇനി അകത്തേക്ക് തന്നെ പോവാം. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ദിസ് ഇസ് എ സ്പെഷ്യൽ ഡേ. നമ്മൾ മുസ്ലിംസിനെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബറാത്തിൻ്റെ ദിവസമാണെന്ന്. ഇന്ന് നോമ്പുണ്ട്. നമ്മളെ ശരിക്കും റമളാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു മിനി നോമ്പ് ഒരു ദിവസമാണ്. ശരിക്കും ഉള്ള നോമ്പിൻ്റെയൊക്കെ ദിവസം വരാൻ പോകുന്നുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് ശരിക്കും ഒരു റമളാൻ വൈബ് ഉണ്ട്. ഒരു അങ്ങനത്തെ ഒരു മൂഡ് ശരിക്കും നോമ്പൊക്കെ പിടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ യെസ്, നമ്മൾ ആ റമളാൻ മന്തിനെ സ്വീകരിക്കുന്നതിന് മുന്നേ ഉള്ളൊരു പ്രിപ്പറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ വീടുകളൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ വീടും ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല. ലൈക്ക് ബറാത്ത് ദിവസം സ്റ്റാർട്ട്. ഇനിയിപ്പോൾ ഒരു 2 വീക്സ് അല്ലേ, ഒരു 15 days ഒക്കെ കഴിയുമ്പോഴത്തേക്കും നോമ്പാകും ഇൻഷാല്ലാ. അപ്പോൾ നോമ്പാവട്ടെ. നോമ്പാകുമ്പോഴത്തേക്കും നമുക്ക് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മളെ ഒരു ഫസ്റ്റ് ബറാത്ത്, ആക്ച്വലി ആഫ്റ്റർ മാരേജ് നമ്മളെ ആദ്യത്തെ ബറാത്താണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരുടെയും ആദ്യത്തെ ആണ്. ശരിക്കും എന്താ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവർ കുറേ വിളിച്ചു. പക്ഷേ ആക്ച്വലി നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് അത്രയും ദൂരം പോകാനുള്ള ഒരു ഇതില്ല. ഇപ്പോൾ ഷോപ്പും വർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി പ്രത്യേകിച്ചൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ ഇന്നലെ രാത്രി മുതൽ ആക്ച്വലി ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് അധികം പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കി, പായസമൊക്കെ ഉണ്ടാക്കി ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നാണ് ആക്ച്വലി നോമ്പ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോമ്പുണ്ട്. അപ്പം ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് അങ്ങനെ ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു, നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഒരു കാം ദിവസം. പക്ഷേ ആദ്യത്തെ ബറാത്ത് ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു, നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ആസ് ഇൻ ഒരു 1.5 hours ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇന്ന് പോകും. ഞാൻ ആക്ച്വലി ഇന്ന് ഡിന്നറിന് എന്തുണ്ടാക്കാം, അപ്പോൾ ഡിന്നർ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ച അടുക്കളയിലേക്ക് കയറി നിങ്ങളെ ഡിന്നർ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ട് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഓക്കെ, പക്ഷേ അത് നടക്കൂല. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാൻ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴവും കട്ട്ലറ്റിന് വേണ്ടി കുറച്ച് ചിക്കനും ബ്രെഡൊക്കെ മേടിച്ച് ഒക്കെ ബാക്കി ഇരിപ്പുണ്ട്. ചിക്കൻ ഇന്നലെ കറി ഉണ്ടാക്കി, പ്ലസ് കുറച്ച് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉള്ളത് ബാക്കി ഇരിപ്പം. ഞാൻ വിചാരിച്ചു വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം ഞാൻ ഉമ്മനെ വിളിച്ച് പറഞ്ഞു, സ്നാക്സ് രണ്ട് കടി ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. ആസ് ഇൻ അവിടെ ചെന്നിട്ട് പൊരിക്കാം. ഇവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ ചെന്നിട്ട് പൊരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വീടടിച്ച് വരി ക്ലീൻ ചെയ്യാനുണ്ട്. ഒരു യൂഷ്വൽ, അതിപ്പോൾ നോമ്പാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വീട് ഡെയിലി ക്ലീൻ ചെയ്യുമല്ലോ, ആ ഒരു ക്ലീനിങ് പണി ബാക്കിയുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ കയറാം. ഞാൻ കട്ട്ലറ്റും ഉന്നക്കായുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി ഫ്രോസൺ ചെയ്ത് കൊണ്ടുപോവാം, അവിടെ ചെന്നിട്ട് പൊരിക്കുന്ന രീതി. അപ്പോൾ ക്ലീനിങ് പരിപാടിക്ക് മുന്നേ നമ്മൾ ജസ്റ്റ് വേവിക്കാനുള്ളതൊക്കെ വേവിച്ച് വെച്ചാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകും. അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വേവിക്കാനൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് 2 സാധനങ്ങൾ വേവിക്കാനുണ്ട്. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് കിഴങ്ങും
ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് പഴം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ എന്നെ കാണൂല അല്ലേ. വി ഷുഡ് ഹാവ് മറ്റേ ടെക്നോളജി. ഈ അനങ്ങുമ്പോൾ ഫോണും അനങ്ങൂലേ ആ രീതി. ഈ പഴം വെക്കണോ? 3 ഉണ്ടാക്കിയേക്കാം. ഉന്നക്കായല്ലേ, തീർന്നോളും. അപ്പോൾ അത് വേവിക്കാം. 3 കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വെക്കാം. അപ്പം അത് രണ്ടും ആയിട്ടുണ്ട്. അപ്പം ഇതാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ക്ലീനിങ് ചെയ്തിട്ട് തരാം. ബേസിക്കായിട്ട് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന കട്ട്ലറ്റ്സ് തീരെ ഇഷ്ടമല്ല. ഈ ഭയങ്കര കുത്തുണ്ടാവുമല്ലോ പല ഇതിൻ്റെ മല്ലി, എസ്പെഷ്യലി ചിലതിൽ ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ചിലപ്പോൾ തപ്പി ഇറങ്ങി നോക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന കട്ട്ലറ്റ്സ് ഇഷ്ടമല്ല. ഞാൻ പൊതുവേ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും കട്ട്ലറ്റ്സ് എല്ലാം ഞാൻ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാറാണ് പതിവ്. നമ്മുടെ കിഴങ്ങ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ടും സെയിം ടൈമിലാണ് ചെയ്യണത്. അതായത് ഉന്നക്കായുടെ മസാലയും ഉന്നക്കായുടെ ഫില്ലിങ്ങും ഇത് നമ്മളെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. സോ കിഴങ്ങ് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ട് സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇത്ര മതി നമ്മളെ കട്ട്ലേറ്റിന്. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിൽ നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി, ഇങ്ങനെ അരഞ്ഞു പോകരുത്. ഉന്നക്കായ്ക്ക് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉന്നക്ക ഉണ്ടാക്കുമ്പോൾ നെയ്യിലുണ്ടാക്കിയാൽ, എസ്പെഷ്യലി മസാല പൊരിക്കാൻ പറ്റുന്നവർ പകുതി നെയ്യിലും പകുതി വെളിച്ചെണ്ണയിലും പൊരിച്ച് വെക്ക്. ഉന്നക്ക ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാനിവിടെ നമ്മൾ അത്യാവശ്യം 3-4 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഫില്ലിങ് ഉണ്ടാവും, നമുക്ക് അധികം ഫില്ലിങ് അങ്ങനെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് തീർന്ന് പുതിയത് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോർമൽ, ഇതൊക്കെ ബേസിക് മസാലാസാണ്, എല്ലാവർക്കും അറിയുന്ന മസാലകളാണ്. അതിലിപ്പോൾ ഇത്ര വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പഞ്ചസാര. അപ്പോൾ ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില, സവാള. തേങ്ങ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം കരിഞ്ഞു പോവാതെ ഒരു ബ്രൗൺ കളർ, ലിറ്റിൽ ബ്രൗൺ കളർ ഒന്ന് വാടി വന്നാൽ മതി. അപ്പം നമ്മൾ തേങ്ങ ഇതാ ഈ ഒരു പരിവം ഞാനിങ്ങനെ ക്ലോസപ്പിൽ കാണാനായാൽ മതി. ഓക്കെ, ഒത്തിരി ഡ്രൈ ആയി പോവരുത് ഒരിക്കലും. സോ ഉന്നക്കാക്കുള്ള മസാല ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇനി ഇതായി കഴിഞ്ഞാൽ തേങ്ങ വെള്ളം ഫുള്ള് വറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോവും. നമുക്ക് അങ്ങനെ ആയിക്കൂടാ, തേങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഉന്നക്കായുടെ പണി ആക്ച്വലി പകുതി മുക്കാലും കഴിഞ്ഞു. ഇനി പഴം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്താൽ മതി. കട്ട്ലറ്റിൻ്റെലേക്ക് ഞാൻ വലിയ ജീരകം, നമ്മൾ സാധാ കറിക്കാവുന്ന പോലെ ഭയങ്കര വഴന്ന് വരണ്ട. ആക്ച്വലി മസാല ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കണം. അതുകൊണ്ടൊരു ലിറ്റിൽ ഒരു പിങ്കിഷ് കളർ ആകുമ്പോഴത്തേക്കും ഞാൻ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് അതൊന്ന് വാടട്ടെ. ആ സമയത്തേക്ക് ഞാൻ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ,
നമ്മൾ ആ ചിക്കൻ മിൻസ് ചെയ്തത്, അതായത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ അതായി ഈ മസാലയിലേക്ക് ആഡ് ചെയ്തു. വേറെ പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ മസാലയും ചിക്കനായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ചിക്കനും മസാലകളും തമ്മിൽ കൂടി ചേർന്നു. ഇനി മെയിൻ നമുക്ക് കുരുമുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. എൻ്റെ കട്ട്ലറ്റ് സിമ്പിൾ ഓവർ മസാല ഇല്ല. അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കണം. കാരണം മല്ലിയില ഒന്ന് സോഫ്റ്റ് ആകണമല്ലോ. ഞാനപ്പോൾ ആ സമയം കൊണ്ട് ആക്ച്വലി പഴം ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുത്തു. പഴം സ്മാഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ നെയ്യും കൂടെ ഒഴിച്ചിട്ട് സ്മാഷ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ പണികൾ ഒരു 90% കഴിഞ്ഞു. അതായത് ഇനി ഈ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടേറ്റോയിലേക്ക് ഈ കട്ട്ലറ്റിൻ്റെ മസാലയും കൂടെ ഇട്ടാൽ കട്ട്ലറ്റ് റെഡി. ഇനി മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. ആക്ച്വലി ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഉന്നക്ക റെഡി, കട്ട്ലറ്റ് റെഡി, ക്ലീനിങ്ങും കഴിഞ്ഞു. പക്ഷെ കിച്ചൺ ഞാൻ ഒന്നുകൂടെ തുറക്കും പണി കഴിയുമ്പോൾ. കാരണം എന്തായാലും ഇതൊക്കെ വീണതിൻ്റെ കുറച്ച് ചവറൊക്കെ ഉണ്ടാവും. കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. നിങ്ങളോർക്കും കിച്ചണിലെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെന്താ കിച്ചൺ നിരന്ന് കിടക്കുന്നതെന്ന്. ഞാനെല്ലാം വൃത്തിയാക്കി ഒരു സെറ്റും കൂടെ തുടച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ കട്ട്ലറ്റിനുള്ള മിക്സ് കുഴയ്ക്കാൻ വേണ്ടി വെച്ചു, ഉന്നക്കായ്ക്കുള്ള പഴം വെച്ചു, മിക്സ് വെച്ചു. ഇതെല്ലാം ടേബിളിലെടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് റെഡിയായി പോകാം എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു 4 മണിക്ക് കൊടുക്കണം. ഇപ്പോൾ 3 മണിയായി. ഞാൻ അതുകൊണ്ട് ചോക്ലേറ്റും ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ നിന്നാലും എനിക്ക് സമയം പോകും. അതുകൊണ്ട് നോക്കട്ടെ. ഇനിയിപ്പോൾ അധികം എന്തോരം വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയില്ല. കാരണം കേക്കിൻ്റെ പണി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിരുന്നു. പക്ഷെ അതും കൂടെ വന്നുകൊണ്ട് ഞാൻ ബിസിയായി. അപ്പോൾ ഞാൻ നോക്കട്ടെ. യെസ് ഗൈസ്, അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ പോവാൻ റെഡിയായി. ഇപ്പോൾ ഏകദേശം ഒരു 3:50, 4 മണി ആവാറായി സമയം. നമ്മൾ 4 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ 4 മണിക്ക് ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. 10 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്ത് തീർക്കണം എന്നാണ്. പിന്നെ കേക്ക് ഓവനിൽ വെച്ചിട്ടുണ്ട്, അതും ഏകദേശം ആവാറായിട്ടുണ്ട്. സോ നോക്കട്ടെ. ഉന്നക്ക കഴിഞ്ഞു. 10 മിനിറ്റ്, 4 മണിയായി ഉന്നക്ക ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മളൊരു 4 പഴമല്ലേ എടുത്തത്. 4 പഴത്തിനൊരു 12 ഉന്നക്ക കിട്ടി. ഫില്ലിങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ഫില്ലിങ് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കാൻ ഈ ഫില്ലിങ് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. സോ ഉന്നക്ക റെഡി. നമ്മൾ ഈ പാത്രത്തിലാണ്. ബിക്കോസ് ഈ പാത്രം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്ന ആണല്ലോ നല്ലത്. കാരണം പിന്നെയും പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാമല്ലോ. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ ആക്ച്വലി പൊട്ടേറ്റോവും ഇതും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൈ കട്ട്ലറ്റ്സ് ഇങ്ങനെ ആദ്യം ഷേപ്പ് ചെയ്യുക, മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, ആൻഡ് ബ്രെഡ് ക്രംസ്, റസ്കോ എന്തിൻ്റെ ക്രംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കളഞ്ഞിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ എക്സസ് ഉണ്ടാവും. പണിയൊക്കെ കഴിഞ്ഞു. ആശ്വാസകരമായി കിച്ചൺ നമുക്ക് ഫുൾ ക്ലീനാക്കി തുടച്ച് ഇട്ടു. ഡൈനിങ് ടേബിളും നമ്മുടെ കൊണ്ടുപോകാനുള്ള ഉന്നക്ക ആൻഡ് കട്ട്ലേറ്റ് ഇസ് റെഡി. ഇനി എനിക്ക് കേക്ക് കസ്റ്റമറിന് കൊടുക്കാനുള്ളത് പാക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണിക്കാം. അവിടെ എത്തിയിട്ട് അധികം വീഡിയോ ഒന്നും എടുക്കില്ലായിരിക്കും. കാരണം ഇപ്പം തന്നെ ടയേർഡായി. നോമ്പൊക്കെ തുറന്ന് എന്തൊക്കെയാണ് നോമ്പിന് സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയ ഡിഷസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം.
പിന്നെ അവിടുന്ന് അധികം വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. സോ ലെറ്റ്സ് സീ എന്താ ഇനി സംഭവിക്കാൻ പോണേ.